നമസ്കാരം. ഐഫോണിൽ എങ്ങനെ എളുപ്പത്തിൽ മലയാളം ടൈപ്പ് ചെയ്യാം കൂട്ടുകാർക്ക് മെസ്സേജ് ആയിട്ടും ഫേസ്ബുക്കിലേക്കും ട്വിറ്റർ വഴിയും ഇമെയിലായിട്ടും അയക്കാനുള്ള എളുപ്പവഴിയാണ് മഞ്ചേരി.നെറ്റിലൂടെ കാണിക്കാൻ പോകുന്നത്. ആദ്യമായി നമുക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ നേരെ ആപ്പിൾ സ്റ്റോറിൽ പോകാം. ടൈപ്പ് മലയാളം എന്നടിച്ചു കഴിഞ്ഞാൽ മലയാളം ടൈപ്പ് ചെയ്യാൻ ഒരുപാട് ആപ്ലിക്കേഷൻ നിലവിലുണ്ട്. പക്ഷേ അതിലേറ്റവും എളുപ്പമായിട്ടുള്ളത് ഉദാഹരണത്തിന് മലയാളം എഡിറ്റർ ആപ്ലിക്കേഷൻ. പക്ഷേ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വാക്കുകൾ തിരഞ്ഞെടുക്കാനും കണ്ടെത്തുവാനും എല്ലാമുള്ള പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ തികച്ചും ഇപ്പോൾ പൊതുവെ എല്ലാവരും മംഗ്ലീഷ് ടൈപ്പ് ചെയ്യുന്നതും അത് വളരെ എളുപ്പവുമായ രീതിയായതിനാൽ അതായിരിക്കും കൂടുതൽ നന്നാവുക. അത് മലയാളം എന്ന് ടൈപ്പ് ചെയ്താൽ തന്നെ വരമൊഴി എന്ന ഒരു ആപ്ലിക്കേഷൻ ലഭ്യമാണ്. ഇത് തികച്ചും സൗജന്യമാണ്. വരമൊഴി. ഇതേ ആപ്ലിക്കേഷൻ തന്നെ നമുക്ക് ആൻഡ്രോയിഡ് മാർക്കറ്റിലും ലഭ്യമാണ്. നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അധികം ഉയർന്ന സൈസൊന്നുമില്ല. ജസ്റ്റ് 4.6 MB ആണുള്ളത്. തികച്ചും ഫ്രീ ആണ്. നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഡൗൺലോഡ് ആയിരിക്കുകയാണ് വരമൊഴി എന്ന ആപ്ലിക്കേഷൻ. നമുക്ക് തുറക്കാം. ഇത് ഈ ഇൻ്റർനെറ്റ് ഗൂഗിൾ പോലെ അല്ല. ഇൻ്റർനെറ്റ് ഇല്ലാതെയും നമുക്ക് ഇത് ടൈപ്പ് ചെയ്യാം. തികച്ചും ഓഫ്ലൈൻ സൗകര്യമാണ്. നമുക്ക് മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് നോക്കാം. മുകളിൽ അതിൻ്റെ മലയാളം കാണിക്കുന്നുണ്ട്. അപ്പോൾ മുകളിൽ നമുക്ക് മാറ്റം വരുത്താനോ ഒന്നും സാധിക്കില്ല. മാറ്റം വരുത്തണമെങ്കിൽ താഴെ തന്നെ നമ്മൾ ബാക്ക് സ്പേസ് അടിച്ച് മാറ്റം വരുത്തേണ്ട. ബാക്ക് സ്പേസ് അടിച്ചാൽ മുകളിൽ മാറ്റം കാണാവുന്നതാണ്. ഇവിടെ വെച്ച് തന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാർക്ക് ഇമെയിലായിട്ടും മെസ്സേജായിട്ടും അയക്കാവുന്നതാണ്. അതിൽ നേരെ ഇനി ഇത് ക്ലിപ്ബോർഡിൽ കോപ്പി ചെയ്ത് മറ്റൊരു സ്ഥലത്ത് എവിടെയെങ്കിലും പേസ്റ്റ് ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ മറ്റോ പേസ്റ്റ് ചെയ്യാൻ ജസ്റ്റ് കോപ്പി എന്ന് പ്രസ് ചെയ്യാം. നമുക്ക് നേരെ ട്വിറ്ററിൽ പോകാം. ട്വിറ്ററിൽ പോയി നമുക്ക് അവിടെ നമ്മൾ ആദ്യം കോപ്പി എന്ന് അടിച്ചതിനാൽ അത് ക്ലിപ്ബോർഡിലേക്ക് കോപ്പി ആയിട്ടുണ്ടാവും. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പേസ്റ്റ് ഓപ്ഷൻ വന്നിരിക്കുന്നു. പേസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇനി ഇത് ട്വീറ്റ് ചെയ്യാം. ട്വിറ്ററിലേക്ക് ട്വീറ്റ് ചെയ്യാം. ഇതേ മെത്തേഡായിരിക്കും നമ്മൾ മെസ്സേജ് അയക്കുന്നതിനും എല്ലാം ഉപയോഗിക്കുന്നത്. നമ്മൾ ട്വിറ്ററിൽ മെസ്സേജ് അയച്ചിരിക്കുന്നു. 6 സെക്കൻഡ് മുമ്പ് മഞ്ചേരി.നെറ്റിൽ മെസ്സേജ് പോയിരിക്കുന്നു. തിരിച്ചു വരാം. വളരെ എളുപ്പമാണ്. കൂടുതൽ നമുക്ക് എങ്ങനെ ടൈപ്പ് ചെയ്യണം, മംഗ്ലീഷിന് ഓരോ ഇംഗ്ലീഷ് അക്ഷരത്തിനും വ്യക്തമായ പർട്ടിക്കുലർ മലയാളം വാക്കുണ്ട്. അതിനാൽ മാറുന്നതിൻ്റെയോ ഒന്നും പ്രശ്നമില്ല. ഹെൽപ്പ് എടുത്താൽ നമുക്ക് ഇതിൽ കാണാം ഏതെല്ലാം വാക്കിനാണ് ഉപയോഗിക്കുന്നതെന്ന്. സൂം ചെയ്ത് നോക്കിയാൽ ഓരോ വാക്കിനും ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് ലെറ്റേഴ്സ് മനസ്സിലാവും. ടൈപ്പ് ചെയ്താൽ ആ, 2 പ്രാവശ്യം ടൈപ്പ് ചെയ്താൽ ആ, അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ ടൈപ്പ് ചെയ്യണം ഏതെല്ലാം വാക്കെന്ന് വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ഈ
ട്യൂട്ടോറിയൽ വളരെ സൗകര്യപ്രദമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. IT സംബന്ധമായുള്ള ഏത് സംശയങ്ങൾക്കും മഞ്ചേരി.net പോയി കോണ്ടാക്റ്റിൽ പോയിട്ട് നിങ്ങൾക്ക് എന്താണോ അറിയേണ്ടത് എന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ വളരെ വൈകാതെ തന്നെ അതിന് ഉത്തരം കണ്ടെത്തി നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചയക്കാൻ ശ്രമിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് കൂടുതൽ കമൻറ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് താഴെ ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കൂടുതൽ കൂട്ടുകാരിലേക്ക് ഈ സന്ദേശത്തെ എത്തിക്കാം. സോ വീണ്ടും കാണുന്നവരെ നമസ്കാരം.